ഒരുപാട് സങ്കടത്തിൽപ്പെട്ടിരിക്കുകയാണോ? ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. എൻ്റെ പ്രശ്നം എൻ്റെ അപ്പൻ്റെ പ്രശ്നം, എൻ്റെ ഈശോയുടെ പ്രശ്നം, എൻ്റെ വീട് എൻ്റെ ഈശോയുടെ, ഈ ഞാൻ എൻ്റെ ഈശോയുടെ, എൻ്റെ മക്കൾ എൻ്റെ ഈശോയുടെ, എൻ്റെ കാർ എൻ്റെ ഈശോയുടെ. ഇന്ന് എനിക്ക് എന്തെല്ലാം ഉണ്ടോ, എൻ്റെ പണം, എൻ്റെ ആരോഗ്യം, എൻ്റെ ജോലി, ഇതെല്ലാം എൻ്റെ ഈശോയുടെ. എൻ്റെ ഈശോ തന്നത് എനിക്ക്. ഈ നിമിഷം ഞാനങ്ങ് എടുക്കുവാന്ന് വിചാരിച്ചാൽ എല്ലാം തീർന്നു. അപ്പോൾ അങ്ങനെ ഒരു ഉടയവനുള്ളപ്പോൾ നമ്മളൊരു വൃക്ഷമായിട്ട് കരുതിക്കും, നമ്മളെ ഒരു വൃക്ഷമായിട്ട് കരുതിക്കും. ആ വൃക്ഷത്തിൻ്റെ ഇലകളാണ് നമ്മൾ. ആ ഇലകൾ എന്തിനാണ് പരസ്പരം വഴക്കടിക്കുന്നതും ഒരാൾ വലുത് ഒരാൾ ചെറുത് ദരിദ്രൻ അങ്ങനെയൊന്നും ഒരു മനസ്സിൽ ഒരാളെ കുറിച്ചും വിചാരിക്കാനുള്ള പവർ നമുക്കില്ല. ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. ആ വൃക്ഷത്തിനറിയാം ഈ ഇല എങ്ങനെ കൊണ്ടു നടക്കണമെന്ന്, എങ്ങനെ കൊണ്ടുപോകണമെന്ന്. അതുപോലെയാണ് നമ്മളും നമ്മുടെ പ്രശ്നങ്ങൾ. ശരിയല്ലേ? ഇങ്ങനെ ഈ രീതിയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ചിന്തിക്കൂ, ഇതാണ് പ്രാർത്ഥന. ക്രിസ്തുവിലായിരിക്കുക. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എൻ്റെ ഇഷ്ടപ്രകാരമാണോ? ഒരിക്കലും അല്ല. എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചവനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ഉദ്ദേശം നന്മയായിരിക്കും, വിജയമാണ്, നന്മയാണ്. ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊള്ളുക. സങ്കടപ്പെട്ടിരിക്കേണ്ട കാലം കഴിഞ്ഞു. അതല്ല, നമ്മുടെ പ്രാർത്ഥന തന്നെ ഒന്ന് മാറ്റി നോക്ക്. കണ്ണുനീരല്ല പ്രാർത്ഥന. ഇന്നെന്തുണ്ടോ ആ ഉള്ളതിന് നന്ദി ഉള്ളതാവുക. ഉള്ളതിനോട് നന്ദി പറയുക. ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കും. നമ്മുടെ ഈ ടെൻഷനും പ്രശ്നങ്ങളും എല്ലാം ഒന്നും അല്ലാതായി തീരും. എന്തുണ്ടോ അത് ഇന്ന് എനിക്ക് ദൈവം അനുവദിച്ചതാണ്. ആ ഉള്ളതിലേക്ക് നമ്മുടെ കണ്ണുകളെ പോകട്ടെ. ഉള്ളതിലേക്ക് മാത്രമായിരിക്കട്ടെ നമ്മുടെ ഫോക്കസ്. ഇല്ലായ്മകളെല്ലാം പരിഹരിക്കാൻ ദൈവത്തിന് അറിയാം. അത് ഏത് സമയത്ത്, എങ്ങനെ, എപ്പോ, എവിടെ വെച്ച്, ഇതെല്ലാം കറക്റ്റ് പ്ലാനാണ്. കാരണം ഇന്ന് എൻ്റെ തലയിൽ നിന്ന് എത്ര മുടി രാവിലെ ഞാൻ തല ചീവിയപ്പോൾ ഊരിയിട്ടുണ്ടെന്ന് എൻ്റെ തമ്പുരാൻ അറിയാം. നിന്റെ തലമുടി നാരിഴ പോലും ഞാൻ എണ്ണിയിട്ടുണ്ട്. നിന്റെ കണ്ണുനീർ ഞാൻ തുരുത്തിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിന്റെ ഉലച്ചിലുകളെയും ഞാൻ എണ്ണിയിട്ടുണ്ട്. ഇനി എന്തിനും ഭാരപ്പെടണം. ഇത് മനസ്സിൽ ഓർത്ത് വെച്ചോ. വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.